ഇത് അവരെ അമ്മയാണ്. അമ്മ ഇപ്പോൾ മരണപ്പെട്ടിരിക്കണേ. 108 വയസ്സ് വരെ ജീവിച്ചൊരു വ്യക്തിയായിട്ട്. 105 വയസ്സ് ചെയ്തതാണ്. 105 വയസ്സ് ചെയ്യാതെ നിരവധി അഭ്യാസങ്ങൾ കണ്ടപ്പോൾ തന്നെ നമ്മൾ കണ്ടു. വിദേശത്ത് പോയിട്ടുണ്ടല്ലോ. അതൊക്കെ പലതരത്തിലും പാലക്കാട്, ഒറ്റപ്പാലം, പട്ടാമ്പി, അതുമാതിരി കോട്ടയത്തെ ക്ലാസ്സിനൊക്കെ പോയിട്ട് മാഷായിട്ട് നമുക്ക് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വിദേശത്ത് നിന്ന് കിട്ടിയൊരു പുരസ്കാരമായിട്ടുണ്ട് നമ്മൾ മാഷിന് കിട്ടി. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മളുള്ളത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി തിരുവാകപ്പുറം സ്വദേശിയായ v.v.u warrier മാഷിൻ്റെ വീട്ടിലുള്ളത്. അനേകം പ്രത്യേകതകളുണ്ട് ഈ വ്യക്തിയെ പരിചയപ്പെടുന്നവർക്ക് ഏകദേശം മനസ്സിലാവും. നമ്മുടെ യോഗ, നമ്മുടെ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ഫലപ്രദമായ സംഭവമാണ് ഈ യോഗ എന്ന സംഭവം. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ചോദിച്ചറിയാനും അവരെ കുറച്ച് അഭ്യാസങ്ങളും കാര്യങ്ങളും നമ്മുടെ ചോദ്യങ്ങളെപ്പറ്റി പല വീഡിയോസിലൊക്കെ നമുക്ക് ചോദ്യങ്ങളെപ്പെടുത്തുക. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് അവരെ ഒന്ന് അടുത്തറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിപ്പെട്ടത്. അപ്പോൾ കൂടുതൽ നിങ്ങളെ പറഞ്ഞ് ചടപ്പിക്കാതെ നേരെ അവരോട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചു ആരെ സ്ഥലത്ത് പരിചയപ്പെട്ടിട്ട് അവരെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരെ അവർ പോയി പരിചയപ്പെടാം. ഞാൻ യോഗയിലെ v.v.u കഴിഞ്ഞ 30 വർഷത്തേക്കുമായി യോഗ ക്ലാസ് നടത്തി വരികയാണ്. ഇപ്പോൾ 80 വയസ്സിന് മീതെയായി ഈ യോഗ കൊണ്ട് മിക്ക അസുഖങ്ങളും രൂപപ്പെടുത്താനുള്ള കഴിവ് യോഗയ്ക്കുണ്ട്. നമ്മുടെ ഭാരത ഈശ്വരന്മാർ നമ്മുടെ വൈദ്യുതങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്ന ഒരു മഹത്തായ അനുഷ്ഠാനമാണ് യോഗ. ശരീരത്തിനെയും മനസ്സിനെയും ഒരുപാട് ശുദ്ധിപ്പെടുത്തും. അതുകൊണ്ട് മറ്റ് അസുഖങ്ങളൊന്നും കാര്യമായി ഉണ്ടാവില്ല. എല്ലുകൾക്ക് ലാഘവം, മാംസപേശികൾ ദൃഢത, ഗ്രന്ഥികൾക്ക് സമ്മർദ്ദാവസ്ഥ, നേതൃത്വത്തിന് ശക്തി, എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. അകത്ത് നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ ഷാമ്പു സോപ്പൊക്കെ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ പുറമേ മാത്രമേ വൃത്തിയാവുള്ളൂ. ഇത് ആന്തരാവയവങ്ങൾ ശക്തിപ്പെടുത്തുകയും ശുദ്ധീകരിക്കുകയും ചെയ്യും. ആന്തരാവയവങ്ങൾ ശുദ്ധീകരിക്കണമെങ്കിൽ പുറമേ അസുഖങ്ങളും കാര്യമായിട്ടുണ്ടാകും. മിക്കവാറും 30-35 കൊല്ലമായി ഞാൻ കേരളത്തിനകത്തും പുറത്തും വിദേശത്തും ക്ലാസ് എടുത്തിട്ടുണ്ട്. ശിലാസനം, പ്രമേശം, പ്രഷർ, അതേമാതിരി കാൽത്തരിപ്പ്, കടച്ചൽ, വാസമന്ത്രയ അസുഖങ്ങൾക്ക് വാസമന്ത്രമാണ്. അടുത്തത് സുപ്തവജ്രാസനം, വാസമന്ത്രയ അസുഖങ്ങൾക്കും വാസമയ്ക്ക് പാഠമാണ്. പത്മാസനം, പത്മാസനം, പത്മമയൂർ, ഈ മയൂരാസനം. വിഷപ്പാമ്പ് കഴിച്ചാലും വിഷപ്പട്ടി കഴിച്ചാലും വീഴ്ത്തില്ലെന്നാണ് പറയുക. അത്രയ്ക്ക് വിശേഷപ്പെട്ടതാണ്. ദഹന സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ പോലെ ഏറ്റവും നല്ലതാണ് മയൂരാസനം. ഈ ഹലാസനം എന്നും യുവത്തിൽ നിങ്ങൾ നടത്താൻ പറ്റും. ശരീരമാണ് ഹലാസനം.
ഈ ശീർഷാസനം കിങ് ഓഫ് ആസനം. മത്സ്യാസനം. ബദ്ധവൽപാസനം. അങ്ങനെ ക്ലാസ്സിനൊക്കെ പോയിട്ട് മാഷായിട്ട് നമുക്ക് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വിദേശത്ത് നിന്ന് കിട്ടിയൊരു പുരസ്കാരമായിട്ടുണ്ട്. നമ്മൾ മാഷിന് കിട്ടിയൊരു പുരസ്കാരമാണിത്. കായ പഠിച്ചിട്ട് തലകുറ്റികൾ ദമ്മല്ലേ? അത് വേറെ ഇത് വളരെ കടുപ്പുള്ള. ഇത് അവരെ അമ്മയാണ്. അമ്മ ഇപ്പോൾ മരണപ്പെട്ടിരിക്കണേ. 108 വയസ്സ് വരെ ജീവിച്ചൊരു വ്യക്തിയായിട്ട്. 105 വയസ്സ് ചെയ്താൽ 105 വയസ്സ് ചെയ്യാതെ. പല അഭ്യാസങ്ങളും ആൽബം നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിലുണ്ടോ? പിന്നെ ഒരു 10 കൊല്ലം പറ്റേ നമ്മളില്ല പേപ്പറൊക്കെ വന്നില്ലേ അല്ലേ? നമ്മുടെ ശിഷ്യനാണ്. എവിടെ ഇപ്പോൾ വിദേശത്തോ? ഇവിടെ തന്നെ. കൈമെടുക്കണം. ഇതിപ്പോൾ കൈ ചെയ്യാൻ വയ്യ. കൈമെടുക്കണതൊക്കെ ഇപ്പം കാണിച്ചല്ലോ. തെടുപ്പ് കാണിച്ചാൽ അപ്പോൾ നിരവധി അഭ്യാസങ്ങൾ കണ്ടപ്പോൾ തന്നെ നമ്മൾ കണ്ട്. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്തെങ്കിലും യോഗനെ പറ്റി എന്തെങ്കിലും നമുക്ക് അറിയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ ഇപ്പോൾ ഇത് എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഞാൻ 30 കൊല്ലത്തിലാണ്. ക്ലാസ്സിൽ കണ്ടു തുടങ്ങിയിട്ടും 20 കൊല്ലത്തില്ല. ഇവിടെ കേരളത്തിൽ മാത്രമാണ് ക്ലാസ്? കേരളം, തമിഴ്നാട്, വിദേശത്ത് പോയിട്ടുണ്ടല്ലോ. കേരളത്തിൽ പല സ്ഥലത്തും പാലക്കാട്, ഒറ്റപ്പാലം, പട്ടാമ്പി, കോട്ടയത്തിലെ ഇപ്പോഴും ക്ലാസ് എടുക്കുന്നുണ്ടോ? ഇപ്പം പോകാറുണ്ട്. ശിഷ്യന്മാരൊക്കെ ഉണ്ടാവില്ല? ശിഷ്യന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഭയങ്കര വൈബാണ് കിട്ടിയത്. കാരണം ഇപ്പോൾ അനുദിനം ആൾക്കാർക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഒരു 40-45 വയസ്സാകുമ്പോൾ ഓരോ കൊളസ്ട്രോളും പല അപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിക്കണം പറഞ്ഞത്. അപ്പോൾ ഈ വരും തലമുറയോട് നിങ്ങൾക്ക് ഒരു ഉപദേശം നൽകാനുള്ളത് എന്താ? യോഗപരമായിട്ട് വരും തലമുറ യോഗ ചെയ്യുക, വിശപ്പിനനുസരിച്ച് ആഹാരം കഴിക്കുക, കുറച്ച് വെള്ളം കുടിക്കുക. നമുക്കൊരു കാര്യം ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പോൾ ഈ കല്ലും പണി കാര്യങ്ങളൊക്കെ പോണ വ്യക്തികൾ ഈ യോഗ ഒരു നിത്യമാക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഭാവിയിൽ അത് ബാധിക്കില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് പണിക്ക് പോകാൻ കഴിയുമല്ല. ഈ വിഷമം വരില്ല. വിഷമം 15 മിനിറ്റ് ചെയ്താൽ 15 മിനിറ്റ് പറ്റതിന് ശേഷം അപ്പോൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ കൂടുതൽ കഴിക്കേണ്ട ടൈമിൽ കിട്ടുന്നതാണെങ്കിൽ കഴിക്കും. ഈ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അവർക്ക് വിശപ്പെന്താണെന്ന് അറിയില്ല. അവർ കൂടുതൽ ഭക്ഷണം കഴിക്കും. യോഗ ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ യോഗ ചെയ്യുന്നവർക്ക് എല്ലാ പണിക്കും പോകാനുള്ള എല്ലാ പണിക്കും പോകാം. ഇത്രയധികം ഭക്ഷണം കഴിക്കേണ്ടി വരില്ല.
അപ്പോൾ നമ്മളെ മാഷ് പറഞ്ഞത് അപ്പോൾ ഏത് വർക്കിന് പോവുകയാണെങ്കിലും യോഗ നിത്യം ഒരു അരമണിക്കൂറൊക്കെ ചെയ്യുകയാണെങ്കിൽ അസുഖവും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ നമ്മൾ നിത്യം ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് ഉന്മേഷം കാര്യങ്ങളൊക്കെ വരുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ വരുന്നത് വരെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ.